അപ്പോൾ ഗണേശനെ ഭജിച്ചു കഴിഞ്ഞാൽ വിഘ്നങ്ങളൊക്കെ തീർക്കും എന്ന് പറയുമ്പോൾ എന്താണ് ഗണപതിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതാണ് ഗണപതിയുടെ സങ്കല്പങ്ങളെക്കുറിച്ച് ഗണേശ പുരാണത്തിൽ എടുത്തു പറയുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ഗണപതിയുടെ വിശദീകരിച്ചുള്ള ഹോമം ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ എന്ത് വേണം? പറ്റിയില്ലെങ്കിൽ ഓം ശ്രീ ഗണേശായ നമഃ. ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഘ്നങ്ങൾ തീർക്കുന്നവനാണ് ഗണപതി എന്നാണ് സങ്കല്പം. അപ്പോൾ ഗണേശപുരാണം എന്നൊരു പുരാണമുണ്ട്. അപ്പോൾ ഗണേശപുരാണത്തിൽ പറയണതായിരിക്കുന്ന അനുസരിച്ചിട്ട് ഏത് വിഘ്നങ്ങൾ തീരാനും ഗണേശനെ ഭജിക്കണം എന്നാണ് പറയാൻ. അപ്പോൾ ഗണേശനെ ഭജിച്ചു കഴിഞ്ഞാൽ വിഘ്നങ്ങളൊക്കെ തീർക്കും എന്ന് പറയുമ്പോൾ എന്താണ് ഗണപതിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് വരുന്നതായിരിക്കുന്ന നിരവധി തടസ്സങ്ങൾ വരുമ്പോൾ ഗണേശൻ അതിനെ തുമ്പിക്കരം കൊണ്ട് എടുത്തു മാറ്റും എന്ന് ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും ഈ പ്രഥമദേവനാണ് ഗണപതി എന്നാണ് പറയാൻ. പ്രഥമദേവൻ. ആ പ്രഥമദേവൻ വിചാരിച്ചാലാണ് വിഘ്നങ്ങളൊക്കെ തന്നെ തീർക്കുന്നത്. അപ്പോൾ ഏത് കാര്യം നടക്കാനും ആദ്യം പ്രഥമദേവനെ ആരാധിക്കണം എന്നാണ് ഗണേശപുരാണം പറയാൻ. അപ്പം അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഗണപതിയെ ആരാധിക്കാത്തത് കൊണ്ട് കാര്യങ്ങൾ നടന്നില്ല എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഗണേശപുരാണത്തിൽ പറയുന്ന ഒരു കഥ അനുസരിച്ചിട്ട് ത്രിപുരന്മാരെ നിഗ്രഹിക്കാനായിട്ട് ആ മഹാദേവനാണ് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടത്. അപ്പോൾ നേരെ ത്രിപുരന്മാരെ ദഹിപ്പിക്കാനായിട്ടും അതേപോലെ അവർക്കെതിരായിട്ടുള്ള യുദ്ധത്തിന് മഹാദേവനെ ചുമതലപ്പെടുത്തി മഹാദേവനെ കൊണ്ട് മാത്രമേ അവരെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. അതാണ് അവരുടെ വരം. അപ്പോൾ നേരെ അതാണെങ്കിലോ അത് ആ സാധാരണഗതിക്ക് അത് സാധിക്കില്ല. അതായത് 1000 ചതുർയുഗം കഴിയുമ്പോഴാണ് ഈ ത്രിപുരങ്ങൾ മൂന്നും കൂടിയിട്ട് ഇങ്ങനെ 3 പുരങ്ങളാണ് ഗണേശപുരാണത്തിൽ പറയാം. ഒന്ന് സ്വർണത്തിൻ്റെ, വെള്ളിയുടെ, ഇരുമ്പിൻ്റെ. ഈ 3 പുരങ്ങൾക്കും ഓരോ അധിപന്മാരുണ്ട്. ഈ 3 പുരങ്ങളിങ്ങനെ ആ പുരങ്ങൾ വെച്ച കൊട്ടാരങ്ങൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ 1000 ചതുർയുഗം കഴിയുമ്പോൾ അപ്പോൾ ഒരു 4 യുഗം കഴിഞ്ഞിട്ട് അങ്ങനെ 1000 ചതുർയുഗം കഴിയുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഇത് മുഴുവൻ ഒരു നേർരേഖയിൽ ഇങ്ങനെ വരും. ഈ 3 പുരങ്ങൾ ഒന്നവിടെയും ഒന്നിവിടെയും ഒന്നവിടെ ആയിരിക്കും. പക്ഷെ 1000 ചതുർയുഗം കഴിയുമ്പോൾ ഇതൊരു നേർരേഖയിൽ വരും. ആ നേർരേഖയിൽ വരുമ്പോഴാണ് മഹാദേവൻ നേരെ അസ്ത്രം ചെയ്തിട്ട് ഇവരെ ഇല്ലാതാക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് കൊടുത്ത വരം. അപ്പം മഹാദേവൻ ആ സമയം വന്നു. മഹാദേവൻ നേരെ അസ്ത്രം എടുത്തു. അസ്ത്രം എടുത്തിട്ട് ഇങ്ങനെ വലിക്കാനായിട്ട് നോക്കുമ്പോൾ നേരെ മഹാദേവൻ്റെ ഈ പെരുവിരലിൽ ഒരു കട്ടുറുമ്പ് ഇങ്ങനെ കടിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് മഹാദേവൻ ഇത് പിടിക്കാനായിട്ട് പറ്റുന്നില്ല എന്നാണ്, അസ്ത്രം പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം എന്താണ് കാരണം എന്ന് ചിന്തിച്ചപ്പോൾ നേരെ വിഷ്ണു പറഞ്ഞു, പ്രഥമദേവനായിരിക്കുന്ന ഗണപതിയെ അങ്ങ് സ്മരിച്ചില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് ആ ദേവനാണ് എല്ലാ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുക. അപ്പം മഹാദേവൻ ഭദ്രകാളിയോട് പറഞ്ഞു, ഗണപതിക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞൊരു ഗണപതി ഹോമവും ഗണപതിക്ക് നിവേദ്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ആ കട്ടുറുമ്പ് മാറി ആ മുഹൂർത്തം അവസാനിക്കുന്നതിനും അസ്ത്രം അയച്ച് ത്രിപുരങ്ങളെ ഇല്ലാതാക്കിയത്. അപ്പം അത് ഏത് കാര്യത്തിനും നേരെ ഒരു കാര്യം നിർവഹിക്കാനായിട്ട് ആദ്യം ഗണപതിയെ നേരെ നമ്മൾ ആരാധിക്കണം. അത് പ്രഥമദേവനാണ് എന്നാണ് പറയുന്നത്. അതിന് എന്താ പ്രഥമദേവനാക്കാൻ കാരണം പാർവതിക്ക് കൊടുത്തതായിരിക്കുന്ന വരാണ്. കാരണം നേരെ പാർവതിക്ക് കൊടുക്കാൻ വരാൻ കാരണം വെച്ചാൽ പാർവതിയുടെ ശരീരത്തിൽ നിന്നാണ് ആദ്യം ഗണപതി ഉണ്ടായതെന്നാണ്. അപ്പോൾ ഗണപതിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചിട്ട് പല കഥകളുണ്ട്. അപ്പോൾ നിരവധി കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കഥ എന്ന് വെച്ചാൽ പാർവതി നേരെ ഈ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ശരീരത്തിൽ ഇങ്ങനെ എണ്ണ കൊണ്ടൊക്കെ തുടച്ചപ്പോൾ പാർവതിയുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഈ പൊടി ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വന്നു. അപ്പോൾ എണ്ണ തേച്ചിങ്ങനെ കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ എണ്ണ ഇങ്ങനെ തേച്ചപ്പോൾ കുറേ പൊടി വന്നു. അപ്പോൾ ആ പൊടി നേരെ കയ്യിലെടുത്തിട്ട് പാർവതി എന്ത് ചെയ്തു? അത് നേരെ പതുക്കെ ഒരു രൂപത്തിലാക്കി. അപ്പോൾ ഒരു ചെറിയ രൂപത്തിൽ ഇങ്ങനെ തലയും വാലൊക്കെ വെച്ചങ്ങനെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പാർവതി ഒന്ന് കടാക്ഷിച്ച് കഴിഞ്ഞപ്പോഴോ ഒരു കുട്ടിയായിട്ട് മാറിയെന്ന, ഒരു ഉണ്ണി കുട്ടിയായിട്ട് മാറി. അപ്പോൾ ഏതായാലും ഇത് എൻ്റെ മകനാണെന്ന് സങ്കല്പിച്ചിട്ട് നേരെ അവിടെ ഇരുത്തി. അപ്പം അമ്മയ്ക്ക് കാവലായിട്ട് പാർവതിക്ക് അവിടെ എപ്പോഴും ഉണ്ടാവും.
അപ്പോൾ പാർവതി കുളിക്കാനായിട്ട് പോണ സമയത്ത് കാവലായിട്ട് നേരെ ഉണ്ണി ഗണപതി ഉണ്ടാവും. അപ്പോൾ അതാണ് നേരെ ഉണ്ണി ഗണപതിയായിട്ടിരുന്നു. അപ്പോൾ ആ സമയത്താണ് മഹാദേവൻ ഏത് സമയത്തും പാർവതിയുടെ അടുത്തേക്ക് തോഴിമാരൊക്കെ മാറി പാർവതി കുളിക്കുകയാണ്. അപ്പോൾ അമ്മ കുളിക്കുകയാണ് എന്ന് പറഞ്ഞ് തടുത്തു. അപ്പോൾ ഈ ഏതാ ബാലകൻ മഹാദേവൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ആ കുട്ടിയെ കാണുന്നത്. അപ്പോൾ നേരെ മഹാദേവനുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ മഹാദേവൻ്റെ ആ യുദ്ധം മഹാദേവൻ നേരെ അസ്ത്രം ചെയ്തിട്ട് ഈ കുട്ടിയുടെ ശിരസ് അങ്ങോട്ട് മാറ്റിയതാണ്. ശിരസ് മുറിച്ച് താഴ്ത്തിട്ടു. അപ്പോൾ ആ സമയത്താണ് പാർവതി വന്നിട്ട് കോപാകുലയായി. പാർവതിയുടെ ഉഗ്രമായിരിക്കുന്ന കോപവും പ്രകൃതികളും ശോഭിച്ചു എന്നാണ്. അപ്പോൾ എൻ്റെ മകന് നേരെ ജീവൻ വേണം എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഞാൻ ശാന്തനാകില്ല എന്നാണ്. അപ്പം നോക്കുമ്പോൾ ഈ തല പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നേരെ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരോടും പറഞ്ഞു, നേരെ ഗണങ്ങളോടൊക്കെ പറഞ്ഞു, ഒരു തല വേണം. ഏത് തല വേണം? അങ്ങനെ നോക്കണ്ട, വടക്കോട്ട് പോയിട്ട് വടക്കോട്ട് നേരെ തല വെച്ച് കിടക്കുന്ന ഒരു മൃഗത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. വടക്കോട്ട് പോയിട്ട് ഒരു തല കൊണ്ടുവരണം. വടക്കോട്ട് കിടക്കുന്നതായിരിക്കുന്ന ഒരു മൃഗത്തിൻ്റെ തല കൊണ്ടുവരാൻ പറഞ്ഞു. മൃഗമല്ല, ഒരു തല കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് പോയിപ്പോൾ എന്തോ ഒരു ആനയാണ് കിടക്കുന്നത്. അപ്പോൾ നേരെ ആ ശിരസ് വെട്ടി ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നേരെ കൊടുത്തു, ഇതാ നിൻ്റെ മകൻ എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഈ ആനത്തലയനായിരിക്കുന്ന മകനെ കണ്ടപ്പോൾ പാർവതിക്ക് വീണ്ടും ദുഃഖമായി. മഹാദേവൻ പാർവതിയെ സന്തോഷിപ്പിക്കാനായിട്ട് വരം കൊടുത്തു. ഈ തല എന്ന് പറയുന്നത് സാധാരണ തലയല്ല. ഇത് ആനത്തല എന്ന് പറയുന്നത് എന്താണ്? സകലതിനെയും ഉൾക്കൊള്ളാനുള്ള കഴിവാണ് ആ ആനത്തല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ഇന്നു മുതൽ എല്ലാ ദേവന്മാരുടെയും എല്ലാ ഗണങ്ങളുടെയും അധിപനായിട്ട് ഈ നിൻ്റെ മകനെ ഞാനിത് അവരോധിക്കുന്നു, ഇവൻ എൻ്റെയും കൂടി പുത്രനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പാർവതീ പരമേശ്വരൻ്റെ പുത്രനാണ്. മഹാദേവൻ കൊടുത്തു പറഞ്ഞു, ഇവനെ പ്രസാദിപ്പിക്കാതെ ഏത് കർമ്മം ചെയ്താലും അത് ഫലമാവില്ല. അതുകൊണ്ട് ഏത് സൽക്കർമ്മത്തിലും ഇവനെ ആദ്യമായിട്ട് പൂജിക്കണം. അപ്പോൾ ഇവൻ പ്രഥമദേവനായിട്ട് അറിയപ്പെടും. അതേപോലെ എൻ്റെ എല്ലാ ഗണങ്ങളുടെയും പതിയായിട്ട് വരുന്ന, അങ്ങനെയാണ് ഗണങ്ങൾക്ക് പതിയായതുകൊണ്ടാണ് ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗണങ്ങൾക്ക് പതിയെ ആദ്യം പൂജിച്ചിട്ട് സൽക്കർമ്മം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതാണ് അന്ന് മുതൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആദ്യം ഗണപതിക്ക് നൽകണം എന്ന് പറയും. ആ ഗണപതിക്ക് പൂജ കഴിഞ്ഞിട്ട് നേരെ മാത്രമേ ഏത് കാര്യം ചെയ്താലും ഫലമുണ്ടാകുള്ളൂ, ഇല്ലെങ്കിൽ നേരെ തടസ്സങ്ങൾ വരും എന്ന് പറയും. അതാണ് ആ ഗണപതിക്ക് കിട്ടിയതായിരിക്കുന്ന വരമാണ് നേരെ പ്രഥമദേവൻ എന്നാണ് പറയുന്നത്. രണ്ടാമത് ഈ ഗണപതിയുടെ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ, ഗണേശ തത്വം പറയുമ്പോൾ, ഗണേശൻ എന്ന് പറഞ്ഞാൽ ഭൂമി തത്വം എന്നാണ് പറയുക. നമ്മുടെ ദേവന്മാർക്ക് ഓരോരോ സങ്കല്പങ്ങളുള്ള ഗണപതി ഭൂമി തത്വമാണ്. അപ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആദ്യം ഭൂമിയെ വന്ദിച്ചിട്ടാണ് കർമ്മം ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ നേരെ ആണ് കർമ്മം ചെയ്യില്ല. ഭൂമി ആകാശത്ത് കർമ്മം നമ്മൾ ചെയ്യാറില്ല, ഭൂമിയിലാണ് കർമ്മം ചെയ്യുക. അപ്പോൾ ഭൂമി അടിച്ച് വൃത്തിയാക്കി നന്നായിട്ട് മെഴുകിത്തട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. അപ്പം ആദ്യം നേരെ ഭൂമിതത്വമായിരിക്കുന്ന ഗണേശനെ ആരാധിച്ചിട്ടാണ് പിന്നെ അപ്പുറത്ത് ജലമായാലും എല്ലാ ദേവന്മാരെയും ആരാധിക്കേണ്ടത്. ആ ഭൂമിതത്വം ആയതുകൊണ്ടാണ് ഗണേശൻ എന്നുള്ള പേര് വരാൻ. അപ്പോൾ ഭൂമിതത്വമാണ്. അപ്പോൾ ഭൂമിതത്വമായിരിക്കുന്ന ദേവനെ ആരാധിച്ചാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് വരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ യോഗമാർഗത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നേരെ ഗണേശൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലാധാരത്തിലുള്ള ദേവനായിട്ടാണ് സങ്കല്പം. നമ്മുടെ മൂലാധാരമാണ് പ്രകൃതി, ഭൂമി. അപ്പം മൂലാധാരത്തിലുള്ളതായിരിക്കുന്നതാണ് ഗണപതി എന്നാണ്. ആ ഗണപതി ആണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും നമ്മുടെ ശരീരത്തെ, യോഗശരീരത്തെ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ മൂലാധാരത്തിലുള്ളതായിരിക്കുന്ന ആ ഗണപതിയെ ആരാധിച്ചാലാണ് നമുക്ക് മേൽപോട്ട് ഉയരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ആദ്യം മൂലാധാരത്തിൽ നേരെ ഗണപതിക്ക് സമർപ്പിക്കണം എന്നാണ് സങ്കല്പം. അതാണ് മൂലാധാരം ആണ് ഗണപതിയുടെ ആ പാട്ടുകളിലൊക്കെ തന്നെ അതാണ് പറയാം. ആ മൂലാധാരസ്ഥനാണ് ഗണപതി. അപ്പോൾ അതുകൊണ്ടാണ് മൂലാധാരത്തിൽ നിന്ന് വേണ്ട പോലെ ശുദ്ധമായില്ലെങ്കിൽ, ആ വേണ്ട പോലെ ആരാധനകൾ ചെയ്തില്ലെങ്കിൽ നേരെ ശിരസ് വരെ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. നമുക്കത് ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളൊക്കെ വരും. അപ്പോൾ അതാണ് നേരെ മൂലാധാരത്തെ ഉറച്ചിരുന്നു കൊണ്ടാണ് നമ്മൾ ധ്യാനങ്ങൾ ചെയ്യുന്നതും അതേപോലെ പ്രണവങ്ങളൊക്കെ ജപിക്കുന്നതും. ഈ മൂലാധാരം ഉറച്ചിട്ട് വേണം ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യാനെന്ന് പറയും. അപ്പോൾ ഗണപതിയിൽ ഉറപ്പിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഗണപതിയിൽ ആണ് എല്ലാ തടസ്സങ്ങളും നീക്കുന്നത് ദേവൻ. അതാണ് ഗണപതിയുടെ സങ്കല്പങ്ങളെക്കുറിച്ച് ഗണേശ പുരാണത്തിൽ എടുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഗണേശൻ്റേതായിരിക്കുന്ന കാര്യങ്ങൾ പറയാം. അപ്പോൾ ഗണേശനെ ആരാധിക്കാത്തതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഗണപതി ആരാധനയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ
നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഗണപതിയുടെ വിശദീകരിച്ചുള്ള ഹോമം ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ എന്ത് വേണം? പറ്റിയില്ലെങ്കിൽ ഗണേശൻ്റേതായിരിക്കുന്ന ഉപനിഷത്തുണ്ട്. ഗണേശോപനിഷത്തിൽ ഒരു ശ്ലോകം ചൊല്ലിയാൽ മതി എന്നാണ്. ഗണാനാം ത്വാം ഗണപതിക്കും ഹവാമഹേ എന്ന് പറഞ്ഞിട്ടാണ് ഗണേശോപനിഷത്ത് വരിക. അത് അഥർവവേദത്തിലുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യണം എന്നാണ്. പിന്നെ ഗണപതി ഹോമത്തിൻ്റെ സംബന്ധിച്ചെടുത്ത് പറയുമ്പോൾ നേരെ ഗണപതി ഹോമത്തിൽ നമുക്ക് വസ്തുക്കളൊക്കെ സമർപ്പിക്കുമ്പോൾ, കാരണം ദേവതമാരുടെ പ്രീതിക്കായിട്ട് നേരെ ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണഗതിക്ക് നമ്മൾ 5 ദേവന്മാരെ സ്മരിക്കണം എന്നാണ്. കലികാലത്തിൽ പഞ്ചദേവാർച്ചനം എന്നാണ് പറയുക. അപ്പോൾ ഗ്രന്ഥങ്ങളൊക്കെ, പുരാണങ്ങളൊക്കെ, വേദങ്ങളൊക്കെ പറയുന്നത് കലിയുഗത്തിലെ പഞ്ചദേവാർച്ചനം എന്നാണ് പറയുന്നത്. പഞ്ചദേവാർച്ചനത്തിൽ നേരെ പറയുന്നത് ആദിത്യൻ, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരൻ എന്നാണ് എൻ്റെ സൂത്രവാക്യം പറയുക ഒറ്റടിക്ക്. അപ്പോൾ അത് തിരിച്ചു പറയുമ്പോൾ എന്താണ്? ഗണേശം ച ദിനേശം ച എന്നാണ്. അപ്പോൾ ആദ്യം ഗണേശനെ, അതാണ് പഞ്ചദേവാർച്ചനം. 5 ദേവന്മാരെയാണ് കലികാലത്തിൽ നമ്മൾ നേരെ ആരാധിക്കേണ്ടത്. അപ്പോൾ 5 ദേവന്മാരെ ആരാധിച്ചാൽ കലികാലത്തിൽ നമ്മുടെ എല്ലാ ആരാധനയും പൂർത്തിയായി എന്ന് പറയും. അപ്പോൾ അതാണ് ഗണേശം ജ. അപ്പോൾ ഗണേശനാണ്. പിന്നെ ഗണേശനായി കഴിഞ്ഞാൽ പിന്നെ ദിനേശനാണ്, അത് സൂര്യനാണ്. അപ്പോൾ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഗണേശഞ്ച, ദിനേശഞ്ച, പിന്നെ വിഷ്ണു ഭഗവാനാണ്. പിന്നെ ശിവം എന്ന് വെച്ചാൽ ശിവനാണ്. പിന്നെ ശിവ എന്ന് വെച്ചാൽ ദേവിയാണ്. അപ്പോൾ ഗണേശൻ അതേപോലെ തന്നെ ഉള്ളതായിരിക്കുന്ന ദേവന്മാരുടെ കൂട്ടത്തിൽ ഗണേശൻ, ഗണപതി, സൂര്യൻ, വിഷ്ണു, ശിവൻ, പിന്നെ ഭഗവതി, അല്ലെങ്കിൽ ശിവ എന്ന് വെച്ചാൽ ഭഗവതി. അങ്ങനെയാണ് നേരെ 5 ദേവന്മാരാണ് കലികാലത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന്, കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാധിക്കാനുണ്ട്. അപ്പം അതിൽ നേരെ പറയുന്നതാണ് ഓരോ ദേവന്മാർ എങ്ങനെയാണ് സന്തോഷിക്കുക എന്നും കൂടി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നേരെ പറയുന്നത്, നേരെ ഗണേശോ ഹവനപ്രിയ എന്നാണ്. ഹവനപ്രിയോ ഗണേശ എന്ന് പറയും. ഹവനം എന്ന് വെച്ചാൽ ഹോമം. അപ്പം ഹവനപ്രിയോ ഗണേശ എന്നാണ്. ഹോമം കൊണ്ടാണ് ഗണപതി തൃപ്തിപ്പെടുക എന്ന്. വേറെ പൂജകളെ കൊണ്ടോ ഒന്നുമല്ല. അപ്പോൾ ഹോമം തന്നെ വേണം എന്നാണ് പറയുക. അത് മൂലാധാരമായതുകൊണ്ട് മൂലാധാരത്തിലാണ് അതിൻ്റെ ആൽഭവം. അഗ്നി, അവിടെ നിന്നാണ് അഗ്നി ഇങ്ങനെ ആൽഭവിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഹവനപ്രിയോ ഗണേശ, നമസ്കാരപ്രിയോ ആദിത്യ എന്ന് പറയും. സൂര്യന് നമസ്കാരമാണ് പ്രധാനം. സൂര്യ നമസ്കാരമാണ് ചെയ്യേണ്ടത്, വേറെ ഒന്നും കൊടുക്കേണ്ടതാണ്. അപ്പോൾ അലങ്കാരപ്രിയോ വിഷ്ണു എന്നാണ്. വിഷ്ണുവിന് അലങ്കാരമാണ് വേണ്ടത്. വിഷ്ണുവിന് അലങ്കാരങ്ങളാണ്. അലങ്കാരം, കളഭച്ചാർത്ത്, അതേ നിറമാല, ഇതൊക്കെ വിളക്ക് വെപ്പ്, ഇതൊക്കെ തന്നെ വിഷ്ണുവിനാണ്. പിന്നെ നേരെ ശിവനെ സംബന്ധിച്ചോ അഭിഷേകപ്രിയോ രുദ്ര എന്നാണ് പ്രമാണം. അഭിഷേകപ്രിയോ രുദ്രൻ. രുദ്രന് നേരെ ധാരയാണ്, അഭിഷേകം തന്നെ ചെയ്യണമെന്നാണ്. പിന്നെ ആ ദേവിക്കാണെങ്കിലോ പ്രദക്ഷിണപ്രിയോ ശിവ എന്ന് പറയും. ദേവിക്ക് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യലാണ് പറയുന്നത്. അതാണ് ചോറ്റാഞ്ചേരിയിലൊക്കെ 108 പ്രദക്ഷിണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. മൂകാംബികയിൽ 108 പ്രദക്ഷിണം വെച്ചാൽ പ്രദക്ഷിണം ചെയ്യുന്നതോറും ദേവി സന്തോഷിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ പഞ്ചദേവന്മാരെ ആരാധിക്കാനുള്ളതായിരിക്കുന്ന മാർഗങ്ങളുമാണ് നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിലുള്ളത്. ഇപ്പോൾ ഏത് കാര്യങ്ങൾക്കും നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ടേ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ആകാശത്ത് കർമ്മം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഭൂമിയിൽ ആദ്യം ഉറപ്പിക്കണം. അതുകൊണ്ട് ഗണേശനെ പൂജിച്ചിട്ടേ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് ചെറുതായാലും കുഴപ്പമില്ല, വലുതായാലും കുഴപ്പമില്ല. പക്ഷെ ഗണേശനെ സ്മരിച്ച് ഗണേശ ആരാധന ചെയ്തിട്ട് വേണം നമ്മൾ ഏത് കർമ്മങ്ങളും ചെയ്യുവാൻ എന്നാണ് നമ്മുടെ സങ്കല്പമായിട്ട് പറയുന്നത്. ഗണേശപുരാണവും അത് തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത്.